ഹായ് പ്രിയരെ, വെൽക്കം ടു M2M പൊളിറ്റിക്കൽ ടോക്ക്. 2024 ജൂലൈ 22 ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സാധാരണ ബഡ്ജറ്റിന് മുൻപ് പാർലമെന്റിൽ വെക്കുന്ന രേഖയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ രാഷ്ട്രീയ അവലോകനത്തിലേക്കൊന്നും കടക്കുന്നില്ല. റിസർവ് ബാങ്ക് പറയുന്നത് ഇന്ത്യ നടപ്പ് വർഷം 7.2% വളരുമെന്നാണ്. എന്നാൽ ഇന്ത്യ 7% വളരുമെന്ന് അടുത്തിടെ IMFും EDBയും വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സാമ്പത്തിക മേഖലയുടെ അവലോകനമാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ഇക്കണോമിക് ഡിവിഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. തുടർന്നുള്ള വർഷം സർക്കാർ എന്തെല്ലാം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്ന് ഈ റിപ്പോർട്ട് ദിശാബോധം നൽകും. എന്നാൽ റിപ്പോർട്ട് അതേപടി സർക്കാർ അംഗീകരിക്കണമെന്ന് നിയമമൊന്നുമില്ല. എന്നാൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളുടെ വില കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇരട്ടിയാണ് സർവേ വ്യക്തമാക്കുന്നത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നത്. മഴയിലും ചൂടിലും ഉണ്ടായ വ്യത്യാസം കാരണം കൃഷിയിൽ ഉദ്ദേശഫലം ലഭിക്കാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. ജനസംഖ്യയിൽ 2-1 തൊഴിൽ വൈദഗ്ധ്യം ഉള്ളവരല്ല എന്ന് വെച്ചാൽ പ്രത്യേക തൊഴിലൊന്നും പഠിക്കാത്തവരാണ്. ഇത്തരം ആളുകൾ കുറഞ്ഞ വേതനത്തിൽ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. കേരളത്തിലെ മാത്രം ഉണ്ടായ ഉയർന്ന ശമ്പളം നോക്കിയിട്ട് കാര്യമില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ കൂടി കണക്ക് ആക്കുമ്പോൾ മനസ്സിലാവും ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. പക്ഷേ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിനൊപ്പം പണം കുന്നുകൂടുന്ന അവസ്ഥ ഈ റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെ വരുമാനത്തിന്റെ 1/3 നേടുന്നത് ആദ്യ 10% പേരാണ്. എന്ന് വെച്ചാൽ പണമുള്ളവന്റെ കയ്യിൽ കുന്നുകൂടുകയും ഇല്ലാത്തവൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുമെന്നാണ് ചുരുക്കം. ഇതാണ് ഈ സർവേ റിപ്പോർട്ടിന്റെ ആകെത്തുക.